ഹലോ, വെൽക്കം ടു ബ്രിജിത്ത് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയുമാണ്. ചാർട്ട് പേപ്പർ വേണം. ഇതൊരു 29 സെൻറ്റിമീറ്റർ നീളം 19-20 സെൻറ്റിമീറ്റർ വീതിയുള്ളൊരു പേപ്പറാണ്. അതുപോലെ തന്നെ പെൻ വേണം. നീഡിൽ കുറച്ച് കട്ടിയുള്ള നീഡിൽ വേണം. ഇതുപോലെ കുറച്ച് കട്ടിയുള്ള നീഡിൽ വേണം. ദെൻ കുറച്ച് സ്റ്റോൺസ് വേണം. ത്രെഡ്, ഇങ്ങനത്തെ ത്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടങ്കീസ് ആയാലും ഉപയോഗിച്ചാൽ മതി. ദെൻ ബ്രഷ് വേണം. ഇതുപോലെ പിന്നുള്ള ലൈറ്റ് വേണം. ദെൻ ഗ്ലൂ വേണം. ഫാബ്രിക് കളേഴ്സ്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. ആദ്യമേ തന്നെ ചാർട്ട് പേപ്പർ എടുത്തിട്ട് നമുക്ക് അത് കളർ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ നമുക്കത് വെച്ചിട്ട് ഫുള്ള് പേപ്പറിന് ഇതുപോലെ കളർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കതിൻ്റെ മേളിൽ ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മേളിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു പടം വരയ്ക്കുക. അതിനുശേഷം നമ്മൾ കട്ടിയുള്ള എടുത്തു വച്ചിരിക്കുന്ന നീഡിൽ ഉപയോഗിച്ചിട്ട് ഇതിന് വരച്ച് വെച്ചേക്കുന്നതിൻ്റെ മേളിലൂടെ ഹോൾസ് ഇടുക. ഹോൾസ് ഇടാനായിട്ട് എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പില്ലോൻ്റെ മേളിൽ ഇത് വെക്കുക. എന്നിട്ട് ഹോൾസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഹോൾസ് ഇട്ട് തീർക്കാനായിട്ട് സാധിക്കും. ഹോൾസ് ഇടുമ്പോൾ കുറച്ച് അകത്തി ഹോൾസ് ഇടുക. അല്ലാന്നുണ്ടെങ്കിൽ അത് കീറിപ്പോരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഹോൾസ് ഇടുമ്പോൾ അകത്തി ഹോൾസ് ഇടുക. അതുപോലെ തന്നെ നീഡിൽ വെച്ച് ഹോൾസ് ഇടുമ്പോഴേക്കും നീഡിലിൻ്റെ ടിപ്പ് മാത്രം കയറ്റി ഫുള്ള് ഇടാതെ ടിപ്പ് മാത്രം ഇട്ട് ഹോൾസ് ഇടാൻ ശ്രദ്ധിക്കുക. ഫുള്ള് ഹോൾസ് ഇട്ട് റെഡിയാക്കുക. അതിനുശേഷം പേപ്പറിൻ്റെ പുറകുവശത്ത് നമ്മൾ ഇതുപോലെ മടക്കി കട്ടിയിൽ രണ്ട് സൈഡിലും പേപ്പർ ഒട്ടിക്കണം. ഗ്ലൂ വെച്ചിട്ട് പേപ്പർ ഒട്ടിച്ച് ഫിക്സ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന സ്റ്റോൺസ് ഒന്നില്ലെങ്കിൽ ഇതേപോലെ റിബൺ പോലത്തെ സ്റ്റോൺ എടുത്ത് നമുക്ക് ഫിക്സ് ചെയ്യാം മേളിലും താഴെയും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ടിടുന്ന സ്റ്റോൺസ് വെച്ചിട്ട് ഓരോന്നോരോന്ന് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പേപ്പറിനെ ഇതുപോലെ ഒരു സിലിണ്ടറായിട്ട് ഫിക്സ് ചെയ്യണം. ഈ ഷേപ്പിൽ സിലിണ്ടർ ഷേപ്പിൽ ഫിക്സ് ചെയ്യണം. അതിനുശേഷം ഈ ലൈറ്റിൻ്റെ ബാക്ക് സൈഡിൽ നടുക്കായിട്ട് ഈ ലൈറ്റിൻ്റെ മെഷർമെൻറ്റ്, അതായത് ഇത് ഉള്ളിൽ പോകുന്ന രീതിയിൽ ചെറിയ രീതിയിൽ ഹോൾ ഉണ്ടാക്കിയിട്ട് ഇത് ഫിക്സ് ചെയ്യണ രീതിയിൽ ചെറിയ രീതിയിലൊരു ഹോൾ ഉണ്ടാക്കുക. ഞാനിതിനെ ഒട്ടിച്ചു. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ഹോൾ ഉണ്ടാക്കി ഇതിനെ വെച്ച് അളവെടുക്കുക, കട്ട് ചെയ്യുക. കട്ട് ചെയ്യാൻ എളുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച നീഡിൽ വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കുക, അടുപ്പിച്ച് ഹോൾസ് ഉണ്ടാക്കുക. അപ്പോൾ അത് വിട്ടു വരും. അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. അപ്പോൾ ഇതുപോലെ നമുക്ക് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ഇതിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡിസൈനാണ്. അപ്പോൾ ഞാനതിന് വേണ്ടി ബേഡ്സിനെയാണ് റെഡിയാക്കിയിരിക്കുന്നത്. കട്ടിയുള്ള ഒരു പേപ്പറിൽ ഏതാണ് നമുക്കിഷ്ടമുള്ള ഡിസൈൻ എന്ന് വെച്ചാൽ അത് വരച്ചിട്ട് വെട്ടിയെടുത്തതാണ്. ഞാൻ ഇതേപോലെ ചെയ്തതാണ്. ദെൻ ഇതിൻ്റെ ഇവിടെ എല്ലാം സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഇവിടെ ഹാങ് ചെയ്തിടാം. നമ്മളിത് ഹാങ് ചെയ്ത് കഴിഞ്ഞു. 3 ബേഡ്സിനെ ഹാങ് ചെയ്ത് കഴിഞ്ഞു. ഈ കളറ് ബ്ലൂ ആൻഡ് യെല്ലോ മിക്സ് ആണിത്. then അവിടെ സ്റ്റോൺ ഒട്ടിച്ചു കൊടുത്തേക്കുവാണ്. ഇനി നമുക്ക് ഈ ത്രെഡിൽ കുറച്ച് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം.
ഈ ത്രെഡിൽ കുറച്ച് മിറർ ഒട്ടിച്ചു കൊടുക്കാം. ഗ്ലൂ വെച്ചിട്ട് മിറർ ഒട്ടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ ചെറിയ പീസ് ഒരു പേപ്പർ കൂടി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് ഫിക്സ് ആകും. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.